തീപ്പൊരി പ്രാസംഗികനല്ല, മികച്ച സംഘാടകനല്ല. എന്നിട്ടും സംസ്ഥാന രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും ഇന്ന് ജീവിച്ചിരിക്കുന്ന മറ്റൊരു മലയാളിക്കും നേടാൻ കഴിയാത്ത പലതും നേടി. കേവലമായ ഭാഗ്യം മാത്രമായിരുന്നില്ല അത്. തൻ്റെ വീക്ക് പോയിന്റിൽ കിടന്ന് പണിയെടുത്ത് നന്നാക്കാൻ ശ്രമിക്കാതെ തൻ്റെ ശക്തി മേഖലയിൽ നന്നായി കളിക്കുന്ന പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയിലൂടെ വിജയം കണ്ടൊരു രാഷ്ട്രീയ നേതാവ്. വർത്തമാനകാല കേരള രാഷ്ട്രീയത്തിൽ പകരം പറയാൻ മറ്റൊരാളില്ലാത്ത ആ നേതാവിനെക്കുറിച്ചാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. അറയ്ക്കപ്പറമ്പിൽ കുര്യൻ ആന്റണി എന്ന AK ആന്റണി. മകൻ മറുകണ്ഠം ചാടിയതിൻ്റെ മനോവ്യഥയിൽ ജീവിക്കുന്ന പാവമൊരു പിതാവ് മാത്രമല്ല AK ആന്റണി. മറിച്ച് മലയാള നാടിൻ്റെ മനഃശാസ്ത്രം നന്നായി മനസ്സിലാക്കി കളിച്ച് അധികാരത്തിൻ്റെ പടവുകൾ നടന്നു കയറിയ തന്ത്രശാലിയായ രാഷ്ട്രീയ നേതാവും. പുലി പതുങ്ങുന്നത് പിന്മാറാനല്ല, മറിച്ച് കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് കുതിക്കാനാണെന്ന രാഷ്ട്രീയ പാഠം പ്രാവർത്തികമാക്കിയ ഭരണാധികാരിയുമായിരുന്നു AK ആന്റണി. ചേർത്തല അറയ്ക്കപ്പറമ്പിൽ കുര്യൻ പിള്ളയുടെയും ഏലിക്കുട്ടിയുടെയും മകനായി 1940 ഡിസംബർ 28-നാണ് ആന്റണിയുടെ ജനനം. വിദ്യാർത്ഥിയായിരിക്കെ തന്നെ കോൺഗ്രസിലൂടെ രാഷ്ട്രീയ രംഗത്ത് സജീവമായി. ബോട്ട് ചാർജ് വർധനയ്ക്കെതിരായ ഒരണ സമരത്തിലൂടെ ശ്രദ്ധേയനായ അദ്ദേഹം എറണാകുളം മഹാരാജാസ് കോളേജിലെ പഠനകാലത്ത് KSUവിലൂടെ നേതൃനിരയിലേക്ക് ഉയർന്നു. എറണാകുളം ലോ കോളേജിൽ നിന്ന് നിയമബിരുദം നേടി അഭിഭാഷകനായി എൻറോൾ ചെയ്തെങ്കിലും പ്രാക്ടീസ് തുടർന്നില്ല. 1964-ൽ KSUവിൻ്റെയും 1968-ൽ യൂത്ത് കോൺഗ്രസിൻ്റെയും സംസ്ഥാന അധ്യക്ഷനായി. 1967-ലെ EMS മന്ത്രിസഭയ്ക്കെതിരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടന്ന പട്ടിണിജാഥ അടക്കമുള്ള ശ്രദ്ധേയമായ സമരപരിപാടികൾ സംഘടിപ്പിച്ചു. KSUവിലെ പ്രവർത്തന മികവിന് ശക്തരായ നേതാക്കളുടെ ഒരു കൂട്ടം ഒപ്പമുണ്ടായിരുന്നെങ്കിലും കോൺഗ്രസ് പാർട്ടിയിൽ അതെല്ലാം ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തത് AK ആന്റണിക്കായിരുന്നു. 1969-ൽ നടന്ന കേരളത്തിലെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ TO ബാവയെ എല്ലാവരും ചേർന്ന് KPCC പ്രസിഡന്റാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അതിനെതിരെ കോൺഗ്രസിലെ യുവ നേതാവായിരുന്ന MO ജോൺ രംഗത്തിറങ്ങി. MO ജോൺ നമ്മെ നയിക്കും എന്ന മുദ്രാവാക്യം ഉണ്ടായ കാലം. നേതാക്കളുടെ അനുനയ തന്ത്രങ്ങൾക്കൊന്നും വഴങ്ങാതെ ജോൺ മത്സരത്തിൽ ഉറച്ചുനിന്നു. അന്ന് ജോണിനൊപ്പം ഉറച്ചുനിന്ന ആളായിരുന്നു AK ആന്റണി. പക്ഷേ കോഴി കൂവുന്നതിന് മുമ്പ് ആന്റണി കൂറുമാറി. TO ബാവയുടെ ഏജന്റായാണ് താൻ പിന്നീട് ആന്റണിയെ കാണുന്നതെന്നും അത് തന്നെ ഞെട്ടിച്ചുവെന്നും ജോൺ പിന്നീട് തുറന്നു പറഞ്ഞിരുന്നു. TO ബാവ KPCC പ്രസിഡന്റായതിന് പിന്നാലെ ജോണിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. 1970-ൽ AK ആന്റണി KPCC ജനറൽ സെക്രട്ടറിയായി. 1973-ൽ 32-ാം വയസ്സിൽ KPCC അധ്യക്ഷനുമായി. രാജൻ കേസ് മുൻനിർത്തി കരുണാകരൻ സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്ന് 1977-ൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. അന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി എന്ന പദവിയും ആന്റണി സ്വന്തമാക്കി. കോൺഗ്രസ് പിളർപ്പിന്റെ കാലഘട്ടത്തിൽ ഔദ്യോഗിക പക്ഷത്തോടൊപ്പം ആന്റണി നിലയുറപ്പിച്ചു. 1978-ൽ ചിക്കമംഗളൂർ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയെ പിന്തുണയ്ക്കാൻ ദേവരാജ് അരശ് തീരുമാനിച്ചതിൽ പ്രതിഷേധിച്ച് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. ആന്റണിയുടെ പേരിലുള്ള കോൺഗ്രസ് വിഭാഗത്തിന്റെ പിന്തുണയോടെയാണ് 1980-ലെ നയനാർ മന്ത്രിസഭ അധികാരത്തിലെത്തിയത്. പിന്നീട് ഇടതുചേരി വിട്ടു. കോൺഗ്രസ് വിഭാഗങ്ങൾ സഖ്യത്തിലും പിന്നീട് ലയനത്തിലൂടെയും ഒന്നിച്ചപ്പോൾ ഇന്നലെ തന്നെ 1984-ൽ AICC ജനറൽ സെക്രട്ടറിയായി ആന്റണിയെ നിയമിച്ചു. 1985-ൽ ആന്റണി രാജ്യസഭാ അംഗമായി. 1987-ലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് CV പത്മരാജൻ PCC അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞപ്പോൾ രാജീവ് ഗാന്ധി പകരം നിർദ്ദേശിച്ചത് AK ആന്റണിയെ തന്നെയാണ്. കോൺഗ്രസിനെ വീണ്ടും അധികാരത്തിലേറ്റി ആ കസേരയിൽ നിന്ന് ആന്റണി പടിയിറങ്ങി. ജോണിനെ ഒരിക്കൽ ചതിച്ച ആന്റണിക്കും കാവ്യനീതി എന്നോണം അതുപോലെ ഒരു തിരിച്ചടി നേരിടേണ്ടി വന്നു. 1992 ജനുവരിയിലാണ് ആ സംഭവം. അന്ന് ആന്റണിയാണ് KPCC പ്രസിഡന്റ്. സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന്റെ തലേന്ന് വരെ ഒരു പാത്രത്തിലുണ്ട് ഒരു പായയിൽ ഉറങ്ങിയിരുന്ന വയലാർ രവിയും AK ആന്റണിയും തമ്മിലാണ് ഒടുവിൽ KPCC പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടി കൊമ്പുകോർത്തത്. ഇരുവരെയും എതിരാളികളാക്കിയത് സാക്ഷാൽ K കരുണാകരൻ എന്ന രാഷ്ട്രീയ ചാണക്യന്റെ അടവുകളായിരുന്നു. കരുണാകരന്റെ I ഗ്രൂപ്പുമായി കാര്യമായ അടുപ്പമില്ലാതിരുന്ന വയലാർ രവിയെ കരുണാകരൻ ചാക്കിട്ട് പിടിച്ചു. പൂജപ്പുര ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വയലാർ രവിയുടെ സുഖവിവരം അന്വേഷിച്ചെത്തിയ മുഖ്യമന്ത്രി കരുണാകരൻ അദ്ദേഹത്തെ വശത്താക്കി. ആന്റണിക്കെതിരെ വയലാർ രവി KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു. വോട്ടെടുപ്പിന് തൊട്ടുമുമ്പ് കരുണാകരൻ എന്തോ രഹസ്യം പറയാനായി ആന്റണിയുടെ അടുത്തേക്ക് ചെന്നു. ആന്റണിയാകട്ടെ എന്നോടിനി നാടകം വേണ്ട എന്ന് പൊട്ടിത്തെറിച്ച് വെട്ടിത്തിരിഞ്ഞു നിന്നു. അത് കരുണാകരന് വലിയ ക്ഷീണമായി മാറി. അതോടെ പൊരിഞ്ഞ പോരാട്ടമാണ് നടന്നത്. തിരുവനന്തപുരത്ത് മുസ്ലിം അസോസിയേഷൻ ഹാളിൽ വെച്ച് നടന്ന തെരഞ്ഞെടുപ്പിൽ AK ആന്റണിയെ മലർത്തി അടിച്ചുകൊണ്ട് A ഗ്രൂപ്പുകാരനായിരുന്ന വയലാർ രവി I ഗ്രൂപ്പുകാരുടെ പിന്തുണയിൽ KPCC പ്രസിഡന്റായി. പണ്ട് MO ജോണിനെ പിന്നിൽ നിന്ന് കുത്തിയതുപോലെ ഒരുപാട് പേർ ആന്റണിയെയും പിന്നിൽ നിന്ന് കുത്തി. ആന്റണിയുടെ ജീവിതത്തിലെ ഏക തെരഞ്ഞെടുപ്പ് പരാജയമായിരുന്നു അത്. തുടർന്ന് നടന്ന AICC പ്രവർത്തക സമിതി തെരഞ്ഞെടുപ്പിൽ അർജുൻ സിംഗ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടി വിജയിച്ച ആന്റണി 1993-ൽ നരസിംഹറാവു മന്ത്രിസഭയിൽ പൊതുവിതരണ വകുപ്പ് മന്ത്രിയായി.
2 വർഷം തികയും മുമ്പ് പഞ്ചസാര ഇറക്കുമതി ക്രമക്കേടുകളെപ്പറ്റി അന്വേഷിച്ച ജ്ഞാൻപ്രകാശ് സമിതിയിലെ ചില പരാമർശങ്ങളുടെ പേരിൽ അദ്ദേഹം ആ കസേര വിട്ടു. കരുണാകരൻ സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്ന് 1995-ൽ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്. എ.കെ. ആന്റണി എക്കാലവും എടുത്തു പറയുന്ന ഒരു ഭരണ നേട്ടവും ചരിത്ര തീരുമാനവുമാണ് ചാരായ നിരോധനം. 3 പതിറ്റാണ്ടാകുമ്പോഴും പൊതുസമൂഹത്തിനും കോൺഗ്രസിനും ചാരായ നിരോധനം കൊണ്ട് കാര്യമായ ഒരു ഗുണവും ഉണ്ടായില്ല എന്നതാണ് സത്യം. പക്ഷേ ആന്റണി അത് അംഗീകരിക്കില്ല. 1996-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാനായി ആന്റണി ഇറക്കിയ തുറുപ്പ് ചീട്ടായിരുന്നു 96 ഏപ്രിൽ 1-ലെ ചാരായ നിരോധനം. മദ്യപാനം മൂലമുള്ള കുടുംബകലഹങ്ങൾ പതിവായ നാട്ടിലെ വീട്ടമ്മമാരടക്കം സ്ത്രീകളുടെ വോട്ടായിരുന്നു ലക്ഷ്യം. പക്ഷേ തെരഞ്ഞെടുപ്പിൽ ആന്റണിയും കോൺഗ്രസും തോറ്റു തുന്നം പാടി. ഏതാനും വർഷത്തിനുള്ളിൽ മദ്യത്തെ പൂർണ്ണമായും പടികടത്തുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം എന്ന പദവി കേരളം നേടും എന്നതായിരുന്നു ചാരായ നിരോധനം പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ പത്രസമ്മേളനത്തിൽ ആന്റണി പറഞ്ഞത്. പക്ഷേ ഇതുവരെയും ആന്റണിയുടെ ആ സ്വപ്നം യാഥാർത്ഥ്യമായിട്ടില്ല. 20 രൂപയ്ക്ക് 100 മില്ലി ചാരായം വാങ്ങിയിരുന്നവർ പിന്നീട് 500 രൂപയ്ക്ക് കുപ്പി വാങ്ങേണ്ടി വന്നു എന്നതാണ് യാഥാർത്ഥ്യം. 1996-2001 കാലഘട്ടത്തിൽ കേരളത്തിൽ പ്രതിപക്ഷത്തെ നയിച്ച ആന്റണി 2001-ൽ മൂന്നാമതും കേരള മുഖ്യമന്ത്രിയായി. ഇതിനിടെയാണ് ഉമ്മൻചാണ്ടി കെ കരുണാകരൻ പോര് പാരമ്യത്തിലെത്തിയത്. അതിന്റെ ഫലമായി 2004-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസിന് ഒറ്റ എംപിയെ പോലും ലഭിച്ചില്ല. തുടർന്ന് 2004 ഓഗസ്റ്റ് 31-ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് എ.കെ. ആന്റണി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. പിന്നീട് രാജ്യസഭയിലെത്തിയ എ.കെ. ആന്റണി 2006-ൽ മൻമോഹൻ സിംഗിന്റെ ആദ്യ മന്ത്രിസഭയിൽ പ്രതിരോധ മന്ത്രിയായി. പിന്നീട് 2ാം മന്ത്രിസഭയുടെ കാലത്തും ആ സ്ഥാനത്ത് തുടർന്നു. അതിനുശേഷം സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് എ.കെ. ആന്റണി മടങ്ങി വന്നില്ല. ഒരു കാലത്ത് കോൺഗ്രസിൽ ഗ്രൂപ്പ് കലഹം കൊടുമ്പിരി കൊണ്ടത് കെ കരുണാകരന്റെയും എ.കെ. ആന്റണിയുടെയും ചേരികൾ തമ്മിലായിരുന്നു. എ ഗ്രൂപ്പിന്റെ പേരിന് ഉടമ ആന്റണി ആയിരുന്നെങ്കിലും തന്ത്രങ്ങൾ മെനയാനോ അത് ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ നടപ്പാക്കാനോ ആന്റണിക്ക് കഴിവില്ലായിരുന്നു. ആന്റണിയുടെ ആ പേരിൽ ആ ദൗത്യം ഏറ്റെടുത്തത് ഉമ്മൻചാണ്ടിയായിരുന്നു. ആന്റണി ഗ്രൂപ്പ് രാഷ്ട്രീയം മതിയാക്കിയപ്പോഴും എ ഗ്രൂപ്പിന്റെ പേരിൽ ഉമ്മൻചാണ്ടി പോരാട്ടം തുടർന്നു. ഉമ്മൻചാണ്ടിയെപ്പോലെ ഒരു സുഹൃത്ത് തനിക്ക് ഉണ്ടായിട്ടില്ലെന്നും ഇനി ഉണ്ടാവുകയില്ലെന്നും ഉമ്മൻചാണ്ടിയുടെ മരണശേഷം പുതുപ്പള്ളിയിലെ വീട്ടിലെത്തിയ ആന്റണി പറഞ്ഞിരുന്നു. 44-ാം വയസ്സിലാണ് എ.കെ. ആന്റണി വിവാഹിതനായത്. എലിസബത്താണ് ഭാര്യ. അനിലും അജിത്തും മക്കൾ. ഒടുവിൽ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിരമിച്ച് വിശ്രമ ജീവിതം നയിക്കുന്നതിനിടെയാണ് എ.കെ. ആന്റണിയെ തേടി ഏറ്റവും വലിയ തിരിച്ചടി വരുന്നത്. സ്വന്തം മകൻ BJP പാളയത്തിലേക്ക് പോയി. അനിൽ ആന്റണിയുടെ BJP പ്രവേശം അദ്ദേഹത്തിന് ന്യായീകരിക്കാൻ കഴിയാത്ത സംഭവമായിരുന്നു. മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞ് തെറ്റുപറ്റിപ്പോയി എന്ന് പറയുന്ന എ.കെ. ആന്റണിയെ കേരളം കണ്ടു. ഒരു കാലത്ത് കോൺഗ്രസിനെയും കേരളത്തെയും സ്വന്തം ആദർശ പരിവേഷം കൊണ്ട് നിയന്ത്രിച്ച ആന്റണിക്ക് തൻ്റെ മകനെ നിയന്ത്രിക്കാൻ കഴിയാതെ പോയതിന് പിന്നിലെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി കാലം പിന്നീടെങ്കിലും വെളിപ്പെടുത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.